കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഈ രാവിലെ സമയം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ദൈവം സാവകാശം നൽകിയിരിക്കുവാണ്. നമ്മുടെ ജീവിതകാലത്ത് ഇപ്രകാരം ദൈവത്തെ സ്തുതിപ്പാനുള്ളതായ ഭാഗ്യം നമുക്ക് കിട്ടിയത് ഒരു വലിയ നേട്ടമാണ്. അനേകർക്കും ദൈവത്തെ ആരാധിപ്പാൻ സാധ്യമല്ലാത്തതായ ഒരു കാലയളവ് വന്നുകൊണ്ടിരിക്കുവാണ്. പ്രത്യേകമായിട്ട് നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആരാധനാ സൗകര്യങ്ങൾ മുടക്കിക്കൊണ്ടിരിക്കുവാണ്. ദൈവത്തെ ആരാധിക്കുവാൻ കൂടി വരുവാനുള്ളതായ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്ന ഒരു കാലയളവിലാണ്. പഴയ കർത്താവിൻ്റെ കാലത്ത് തന്നെയാണെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ കർത്താവ് മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. സഭ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ കാണുന്നു, സഭ കൂടി വന്നു. 3000 പേരോളം രക്ഷിക്കപ്പെട്ടവർ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിച്ചു. യെരുശലേമിൻ്റെ നാശത്തോടനുബന്ധിച്ച് ക്രിസ്ത്യാനികളായിട്ടുള്ള യഹൂദന്മാരായ സഹോദരന്മാരെ ചിന്നിച്ചിതറിപ്പോയി. തൽഫലമായിട്ട് അവർ പോയി ആരാധിക്കുന്നത് വലിയ പാറക്കെട്ടുകളുടെ ഇടയിലും ഗുഹകളിലൊക്കെ ആയിരുന്നു. അവിടെ നിന്നൊക്കെ ഓടി വന്നിട്ടുള്ളതായ ആൾക്കാരാണ് തോമസ് ലീഹായും അന്നത്തെ ആദ്യകാല വിശ്വാസവീരന്മാരായിട്ടുള്ളവർ. ഇന്ത്യയിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി. ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയുണ്ട്. ആര് വന്നാലും 2 കൈയും നീട്ടി നമ്മൾ സ്വീകരിക്കുന്ന സംസ്കാരമാണ് ഇന്ത്യയുടെ. ആ സംസ്കാരം അനുസരിച്ച് ഏറ്റവും അവർക്ക് തപ്പിത്തടഞ്ഞു വരുവാൻ പറ്റിയത് കേരളമാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അന്നിവിടുത്തെ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നതായ വ്യാപാരികളെ കേരളം വിദേശത്തേക്ക് സാധനങ്ങൾ കയറ്റി അവിടെ നിന്ന് വരികയും അങ്ങനെയുള്ള ഒരു കാലയളവിലായിരുന്നു ഈ കൊടുങ്ങല്ലൂരും മറ്റുള്ളതായ മദ്രാസിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഇവർ വന്ന് പ്രവർത്തിച്ചത്. ഇന്നും ആ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. സുവിശേഷകരെ ആർക്കും വേണ്ട, സുവിശേഷകന്മാരെ ആർക്കും വേണ്ട. സുവിശേഷം സംസാരിപ്പാൻ തക്കവണ്ണം ആർക്കും കഴിവുമില്ല, പ്രാപ്തിയും ഇല്ലാതായ ഒരവസ്ഥയാണ്. കാരണം ദൈവത്തിൻ്റെ കാര്യം, ദൈവം നമുക്ക് ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പോയി പറയുക എന്നുള്ളതാണ് പ്രവൃത്തിയുടെ പുസ്തകം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ പറയുന്നു, ഗോ ആൻഡ് പ്രീച്ച്, പോയി പറയാം. കർത്താവ് വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. ആ കർത്താവിനോടുകൂടെ ചേരുവാൻ, ആ കർത്താവിൽ വിശ്വസിക്കുവാനും, ആ കർത്താവിനോടുകൂടെ ചേരുവാനും, കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കാനുള്ളതായ വചനം ശുശ്രൂഷകളാണ്. അവർ പറഞ്ഞത് ഇന്നും അതിൻ്റെയൊക്കെ വാലും തലയൊക്കെ പോയി. മിക്കവാറും അതൊന്നുമില്ല. ഇന്ന് പള്ളികളിലെ കെട്ടിടത്തിനുള്ളിലുള്ളതായ സുവിശേഷ പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ. ഇന്നലെ ഇവിടെ നിന്ന് വടക്കഞ്ചേരി പോകുമ്പോൾ ഒരാളെന്നോട് പറഞ്ഞു, അറിഞ്ഞില്ലേ ഞങ്ങളുടെ ഇവിടെ സുവിശേഷ യോഗമുണ്ട്, വലിയ പ്രഭാഷണമുണ്ട്, അറിഞ്ഞില്ല തമ്പിച്ചാൻ ചോദിച്ചു. പറഞ്ഞില്ല. എന്നെ എല്ലാവർക്കും നോട്ടീസ് കൊടുത്ത് വിട്ടല്ലോ, എന്തുകൊണ്ട് തന്നില്ല? അതെനിക്കറിഞ്ഞുകൂടാ. എന്നെ കണ്ടാൽ ചിലപ്പം തരില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഞാൻ തിരിച്ചു വരുമ്പോൾ കണ്ടു അവിടുത്തെ പന്തലും കാര്യങ്ങളുമൊക്കെ. ഞാൻ എന്തിനു പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇന്നൊരു പബ്ലിസിറ്റി സുവിശേഷമാണെന്നുള്ളത് ആത്മാവിനെ രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ള ചിന്താഗതിയല്ല. പരസ്യം, ഞങ്ങളതൊക്കെ ചെയ്തു, ഞങ്ങളിതൊക്കെ ചെയ്തു. രാഷ്ട്രീയക്കാരങ്ങോട്ട് വെല്ലുവിളിച്ചു പോയ ഒരാഴ്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചു, റിസൾട്ട് വന്നപ്പോൾ തലതിരിഞ്ഞു വന്നു. അതൊക്കെ സ്വാഭാവികമാണ്. രക്ഷയിലേക്ക് ഒരു പാപിയെ ദൈവഭാഗത്ത് കൊണ്ടുവരിക, നിത്യജീവൻ്റെ അവകാശിയായി തീരുവാനുള്ളതായ തത്വം പഠിപ്പിക്കുക, ഇതാണ് ആവശ്യം. എത്ര പഠിച്ചാലും ബുദ്ധി തരാത്ത ആൾക്കാരുണ്ട്. എൻ്റെ ഒരു സ്നേഹിതൻ സാധാരണ എൻ്റെ വീട്ടിൽ വരും. എത്ര പറഞ്ഞു കൊടുത്താലും ബുദ്ധി വരില്ല. അതൊക്കെ സാമട്ടിലങ്ങ് പോകും, അത് കാര്യമില്ല. അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ അന്ത്യം എന്താണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാം. എൻ്റെ ഒരു സ്വന്തത്തിൽപ്പെട്ട ഒരാൾ ഈ അടുത്ത കാലത്ത് മരിച്ചു. ഞാൻ പഠിക്കുന്ന കാലം മുതൽ എന്നോട് വളരെ കമ്പനി ഉണ്ടായി.
ഇതൊക്കെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അവൻ പറയും, ഇതൊക്കെ നിങ്ങളുടെ പണിയാണ്, ഉപദേശിമാരുടെ പണിയാണ് പറച്ചിൽ. ഞങ്ങൾ ഞങ്ങളുടെ തത്വത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കും എന്നുള്ള ചിന്താഗതിയാണ്. ഇന്ന് വായിച്ചതായ സങ്കീർത്തനം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു. ഈ 66:9 പറഞ്ഞു, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നില്ല. പിന്നെ അതിനുശേഷം പറയുന്നു, സകല ഭക്തന്മാരായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി, അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാൻ ഞാൻ എൻ്റെ വായു കൊണ്ട് അവനോട് നിലവിളിച്ചു. എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ച ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. ആ വാക്യം ചിന്തിച്ചതായ സമയത്ത് നമ്മുടെ കാലതകൾ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല, അവൻ ജീവനോടെ കാക്കുന്നു. ജീവനുള്ള കാലം വരെയോ ജീവനോടെ കാക്കുന്നു, മരിച്ചതിന് ശേഷം ആരും കാക്കുന്നില്ല. അനേക ആസ്പത്രി ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം, അനേക ആസ്പത്രികളിലും അനേകം വീടുകളിലെ ഫ്രിഡ്ജുകളിലും ജീവശവം പോലാണ് എല്ലാം കിടക്കുന്നത്. മീനാണെങ്കിൽ വെട്ടിയിട്ട് ജീവനുള്ള മീനിൻ്റെ ശവമാണ് നമ്മുടെ ഫ്രിഡ്ജുകളിൽ വെക്കുന്നത്, ഇറച്ചി വെക്കുന്നത്. ഇതേപോലെ തന്നെ മരവിച്ചിരിക്കുന്ന ജീവശവങ്ങളായിട്ടാണ് അനേകരും ICUയിലും അങ്ങനെയുള്ളതായ സ്ഥലത്ത് കിടക്കുന്നത്. ജീവനുണ്ട്, പക്ഷേ മരിച്ചിട്ടില്ല. മരിച്ചെന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ ട്യൂബ് മാറ്റിക്കളയും, ICU മാറ്റിക്കളയും. 3 ദിവസം 4 ദിവസം നമുക്കറിയാം, ജയലളിത മരിച്ചിട്ടും ഫ്രീസറിൽ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സംവിധാനത്തിൽ വെച്ചു ആരെയും കയറാനും കാണാനും സമ്മതിച്ചില്ല. ഗതിയില്ലാതെ വന്നപ്പോഴാണ് മരിച്ചു എന്ന് പുറം ലോകത്തെ അറിയിക്കുന്നത്. ജീവശവങ്ങളായിട്ട് മരിച്ചാലും ഫ്രീസറിൽ തന്നെ ഇരുന്നാൽ മരിച്ചിരിക്കും. അത് കഴിഞ്ഞ് ആരെങ്കിലും വരാനുണ്ടെങ്കിൽ വന്ന് കണ്ടിട്ട് 2-3 ദിവസത്തിനുള്ളിൽ, ഒരാഴ്ചയ്ക്കുള്ളിൽ വന്ന് അവരെ കൊണ്ട് അവർക്ക് വെച്ചിരിക്കുന്ന ആ കല്ലറകളിൽ കൊണ്ട് അവരെ അടക്കും, അല്ലെങ്കിൽ കുഴി വെട്ടി അതിനെ തടക്കും. ഇവിടെ പറയുന്നു, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നില്ല. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. കൂടുതലും ആൾക്കാർ ദൈവം ജീവനോടെ കാക്കുന്നതിൻ്റെ മഹത്വം, അതിൻ്റെ മേന്മ മനസ്സിലാക്കുന്നില്ല. കാരണം എന്നും എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു, ഞാൻ ആരോഗ്യവാൻ, ഞാൻ കഴിവുള്ളവൻ, ഞാൻ പ്രാപ്തൻ, ഞാൻ മിടുക്കൻ, ധനവാൻ, വിദ്യാസമ്പന്നൻ, വലിയ ജോലിയുള്ളവൻ. നവീൻ ബാബു എല്ലാം ഉണ്ടായിരുന്നു, സൽസ്വഭാവമായിരുന്നു. ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഞാൻ വരും, 4:05 നിങ്ങൾ റെഡിയായി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കണം. വരാതിരുന്നപ്പോൾ അവരന്വേഷിച്ചപ്പോൾ ഇവിടെ തൂങ്ങി മരിച്ചിരിക്കുന്ന അവസ്ഥ. മാൻ പ്രപ്പോസ്, ഗോഡ് ഡിസ്പോസ്. മനുഷ്യൻ ചിന്തിക്കുന്നു, ഇതൊക്കെ എന്നെ കൊണ്ട് നടത്തും, അതൊക്കെ വൃഥാവാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് ആത്മാവിനെ വൃഥാവാക്കിയാൽ എന്ത് പ്രയോജനം ചെയ്യും? ധനവാനായ മനുഷ്യൻ ലോകം മുഴുവനും വെട്ടി പിടിച്ച് സമ്പാദിച്ച് കൂട്ടി, ഞാൻ നാളെ ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞവൻ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തു, ഇന്നതൊക്കെ ഞാൻ ചെയ്യും. നേരം വെളുത്തപ്പോഴത്തേക്ക് അവനെ കാണുന്നില്ല. ജീവശ്വാസം തന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ജീവശ്വാസം പോയപ്പോൾ, അവൻ്റെ പ്രാണൻ പോയപ്പോൾ അവൻ ജീവശവമായിട്ട് മാറി. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, മരിച്ചു. നാട്ടുകാരെയൊക്കെ വിളിച്ചറിയിക്കും, ചെയ്യേണ്ട ക്രിയകളൊക്കെ നമ്മൾ ചെയ്യും. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. ദൈവം നമ്മെ ജീവനോടെ കാക്കുന്നതിൻ്റെ വില നമ്മൾ അറിയുന്നില്ല. ദൈവം നൽകുന്നതായ സമയത്ത് നമ്മൾ വന്നാൽ മാത്രമേ. അവൻ്റെ താഴോട്ടുള്ള ഭാഗത്ത് പറയുന്നു, സകല ഭക്തന്മാരുമായുള്ള വന്ന് കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ പറയാം. എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ പറയാം. ദൈവം നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തത്, അവസാന തുള്ളി രക്തം വരെ കാൽവരിയിൽ ചിന്തി, ആ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി അവൻ്റെ മക്കളായി നമ്മൾ രൂപാന്തരപ്പെടണം. നമ്മുടെ ഹൃദയത്തിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ബുദ്ധിയുടെ ആകത്തുക
ദൈവസന്നിധിയിൽ സമർപ്പിക്കാനും സാധിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നു, മരിച്ചാൽ നമ്മളൊക്കെ സ്വർഗത്തിൽ പോകും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു വേണ്ടപ്പെട്ടവൻ പറഞ്ഞു, എന്താണ് നീയൊക്കെ ഉപദേശി, ഞങ്ങളൊക്കെ സ്വർഗത്തിൽ പോകും, നീ പോയില്ലെങ്കിലും ഞങ്ങളൊക്കെ പോകും. മാൻ പ്രപ്പോസ്, മനുഷ്യൻ്റെ കൾമിനേഷൻ, അവൻ്റെ ചിന്താഗതിയുടെ ആകത്തുക എന്താ? ഞാൻ പോകും. അതവൻ്റെ ആഗ്രഹം. അവൻ്റെ ആഗ്രഹം സഫലീകരിക്കണമെന്നില്ല. കാരണം ദൈവിക പാതയിൽ കൂടെ സഞ്ചരിച്ച് ദൈവിക മാർഗത്തിൽ കൂടെ പോയാൽ മാത്രമേ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 37-38 പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് അവൻ ദൈവപുത്രനെന്ന് മനസ്സിലാക്കി പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് മുദ്രയടിക്കപ്പെട്ടവരായി ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിനെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെ ദുഃഖിപ്പിക്കരുത്, അതിനെ കെടുത്തരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞ പോലെ, എന്ത്, അത്, ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരുടെ ചിന്ത. ആയുസ്സും ആരോഗ്യവും നല്ല യൗവനവും നമുക്ക് തന്നിരിക്കുന്നത്, നല്ല ബുദ്ധിയും നല്ല പ്രാപ്തിയും ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി നമ്മളെ സമർപ്പിക്കുവാനും. ഇതൊക്കെ നമ്മെ വിട്ടുപോകും. സുന്ദരന്മാരും സുന്ദരിമാരുമായുള്ള ആൾക്കാരാണ് സിനിമാ ലോകം മുഴുവൻ. ഇപ്പോൾ എത്ര ഈ അടുത്ത കാലത്ത് 24 തന്നെ വലിയൊരു ജനവിഭാഗം സുന്ദരന്മാരും സുന്ദരിമാരും പണക്കാരുമായുള്ള സിനിമാ നടന്മാരും നടിമാരും മരിച്ചു. അവരാരും ചിന്തിച്ചില്ല. വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ മരിച്ചു, അവർ ചിന്തിച്ചില്ല എന്ത് സംഭവിക്കും. അവൻ നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്നു, നമ്മളെ കാക്കുന്നു. കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നില്ല. ദൈവത്തിൻ്റെ മക്കളുടെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവിക മാർഗത്തിൽ ഉറച്ചു നിന്നാൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൺഡേ ക്ലാസ് പഠിപ്പിക്കാൻ പറയും, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അതിനെ പ്രമാണിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ആരൊക്കെ പ്രമാണിക്കുന്നുവോ, ആരൊക്കെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുവോ, അവർക്കൊക്കെ നല്ല അനുഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ പ്രമാണം ജീവിതത്തിൽ പകർത്തുന്നവർക്ക് മാത്രമേ അനുഗ്രഹം. ലോകപ്രകാരം ഏത് ചെടി നട്ടാലും അത് മുളയ്ക്കും. ഏത് ചെടി നട്ടാലും അത് മുളയ്ക്കും. ആ ചെടി മുളച്ച് അതിൻ്റെ പ്രായമാകുമ്പോൾ പ്രകൃതിക്ക് അനുകൂലമായിട്ട് ഉള്ള സാഹചര്യങ്ങൾ, വെള്ളവും വളവും അതിൻ്റെ പ്രാപ്തിയാകുമ്പോൾ അത് കായ്ക്കും, പൂക്കും, അത് നല്ല മനോഹരത കാണിക്കും. അത് പ്രകൃതിയുടെ ചിന്താഗതിയാണ്. ദൈവിക ചിന്താഗതിയാണ് ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വന്ന് ദൈവത്തെ മനസ്സിലാക്കി ദൈവിക ചിന്തയിൽ നിലനിൽക്കുമ്പോൾ നിത്യജീവൻ്റെ പങ്കാളികളായി തീരണമെങ്കിൽ ദൈവസന്നിധി സമർപ്പിക്കണം. നമുക്ക് എത്രമാത്രം നിത്യജീവൻ്റെ പങ്കാളികളായി തീരാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നു, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നില്ല. വീണ്ടും പറയുന്നു, സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ പറയും. കർത്താവ് എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ പറയും. ദൈവസന്നിധി നമുക്ക് എത്രമാത്രം പറയാൻ സാധിക്കുന്നു, ദൈവം എനിക്കിതൊക്കെ ചെയ്തു. ദൈവിക ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ തക്കോണം കർത്താവ് ചെയ്യുന്ന സകല നന്മകൾക്ക് നന്ദിയുള്ളവരായിട്ട് കർത്താവിനെ സ്തുതിപ്പാൻ നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട്. നമ്മുടെ കാലടികൾ വഴുതുവാൻ മുന്നിലേക്ക് കയറി. നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നില്ല. ഒരു തരത്തിലും ഡ്രിഫ്റ്റിംഗ് അവേ ഫ്രം ദ ഫെയ്ത്ത്, നഷ്ടപ്പെട്ടു പോകാൻ,
ദൈവിക മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ ദൈവം നമ്മെ സമ്മതിക്കില്ല. നമ്മുടെ ഹൃദയധാർഷ്ട്യം, ഹൃദയത്തിൻ്റെ കഠിനത, മാനസാന്തരമില്ലാത്ത ജീവിതം, ഇതൊക്കെയാണ് ദൈവസന്നിധി നമ്മെ മാറ്റിക്കളയുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് എത്രമാത്രം ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. അത് 66-ാം സങ്കീർത്തനത്തിൽ ബാക്കിയുള്ള ഭാഗത്ത് 16-ൽ പറയുന്നു, സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഞാൻ എൻ്റെ വായ് കൊണ്ട് അവനോട് നിലവിളിച്ചു, എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ചയുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതിരിക്കുന്നു. ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതിരിക്കുന്നു. ദൈവം കേൾക്കുകയും നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ. എത്രമാത്രം ദൈവം നമ്മെ കേൾക്കുന്നു, നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം അവൻ മനസ്സിലാക്കുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കണമെങ്കിൽ ഭക്തന്മാരായുള്ളവരെ എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ദൈവം നമ്മളോട് സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ വചനം മുഖാന്തരം. അവൻ നമ്മെ ശ്രദ്ധിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾ തക്ക സമയത്ത് അവൻ നൽകുന്നു. അവൻ ശ്രദ്ധിക്കുകയും നമ്മളെ സൂക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ കാലടികൾ വഴുതാതെ ദൈവസന്നിധി നമുക്ക് നിർത്തുവാൻ സാധിക്കുന്നത്. നമുക്ക് എത്രമാത്രം ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കുറവുകൾ, തെറ്റുകൾ ജീവിതത്തിൽ പലതുമുണ്ട്. യേശു നമ്മുടെ രക്ഷകനായിട്ട് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ മരിച്ചു. അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തി നമ്മെ വിലയ്ക്ക് വാങ്ങി അവൻ്റെ മക്കളും അവകാശികളുമാക്കിയിരിക്കുക. എത്രമാത്രം അവൻ്റെ സന്നിധിയിൽ നമുക്ക് വിശ്വസ്തമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ജീവിച്ചാൽ മാത്രമേയോ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കൂ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു, നമ്മളെ ശ്രദ്ധിക്കുന്നു. പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നു, സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. പത്രോസിനെ കാരാഗ്രഹത്തിൽ വിടിവിച്ചു. സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ വ്യവസ്ഥിതിക്ക് മാറ്റം വരുത്തി നമ്മളെ ശ്രദ്ധിക്കും. വഴുതി പോകാതെ നിൻ്റെ കാലടികൾ വഴുതി പോകാൻ അവൻ സമ്മതിക്കുന്നില്ല. നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് സമ്മതിക്കുന്നില്ല. കാരണം നമ്മൾ അവൻ്റെ ഭക്തന്മാരാണ്, നമ്മുടെ മക്കൾ. ഇയ്യോബ് പിശാചി എന്ന് ഇയ്യോബിൻ്റെ അടുത്ത് എന്ന് കർത്താവിന് പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അവർ തമ്മിലുള്ള സമ്മേളനത്തിൽ പറയുവാണ്, നീ എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ ശ്രദ്ധ വെച്ചോ എന്ന് ചോദിച്ചു. നീ അവനെല്ലാം കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവൻ നിന്നെ തള്ളി പറയില്ല. ദൈവമക്കളുടെ മേലെ എപ്പോഴും ശ്രദ്ധ പിശാചിനുണ്ട്. നമ്മളെ തട്ടിക്കളവാൻ തക്കവണ്ണം പിശാച് ഊടാടി സഞ്ചരിച്ചിരിക്കുകയാണ്. പത്രോസ് പറയും, ഊടാടി സഞ്ചരിക്കുവാണ്. കർത്താവിനോട് പിശാച് പറയുന്ന സമയത്ത് കർത്താവ് പത്രോസിനോട് പറയുന്നു, നിന്നെ പാറ്റിക്കളവാൻ അവൻ ശ്രമിക്കുന്നു. പിശാചിൽ നമ്മളെ ദൈവസന്നിധി മാറ്റിക്കളയണം, നമ്മളെ അകറ്റിക്കളയണം. നിത്യജീവൻ്റെ അവകാശിയാകാതെ നിത്യദണ്ഡനത്തിന്, നിത്യനാശത്തിലേക്ക് നമ്മളെ വിടണം. ഇതാണ് പിശാചിൻ്റെ ഉദ്ദേശം. നമ്മൾ പിശാചിൻ്റെ അനുയായിക്കായി കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈയിടെ പേപ്പറിലൊരു ന്യൂസ് കണ്ടു, ഞങ്ങളുടെ ആളായി നീ മാറിയാൽ ഞങ്ങൾ നിന്നെ കൈവിടില്ല എന്ന് വന്നാൽ, അത് ലോകപ്രകാരമുള്ള തത്വത്തിൽപ്പെട്ട ഒരു പാർട്ടി പറഞ്ഞു. പിശാചിൻ്റെ കയ്യിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പിശാച് പിന്നെ നമ്മളെക്കുറിച്ച് ചിന്തിക്കില്ല. നമ്മളവൻ്റെ അണ്ടർ ദ ക്ലച്ചാണ്. അവൻ്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ പിശാചിന് നമ്മളെ മാറ്റാൻ പറ്റും. ദൈവമക്കളെ ചാക്കിടുന്നതിനും ദൈവമക്കളെ മാറ്റിക്കളയുന്നതിനാണ് പിശാച് ആലോചിക്കുന്നത്. പിശാചിൻ്റെ ലോകപ്രകാരം എങ്ങനെ ജീവിച്ചാലും അവന് സപ്പോർട്ടാണ്. എന്തൊക്കെ അവൻ വിറ്റാലും എന്തൊക്കെ മ്ലേച്ഛത ചെയ്താലും
പിശാചിൻ്റെ കസ്റ്റഡിയിൽ ചെന്നാൽ അവൻ പിശാചിൻ്റെ ആളാണ്. അതുകൊണ്ട് കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നില്ല. സകല ഭക്തന്മാരുമായുള്ളവരെ എൻ്റെ വചനം കേൾക്കുക എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമ്മൾ വഴുതാതെ കർത്താവിനോട് പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നേടുവാൻ തക്കോണം ദൈവസന്നിധമേ തന്നെ സമർപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവൻ കൃപ ചെയ്യുന്നതായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. നിങ്ങൾക്ക് രസകരമായിട്ട് ഉള്ള ഒരു 3 കാര്യങ്ങൾ ഞാൻ പറയാം. അതിനുശേഷം ഞാൻ വേദത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു 3 സംഭവങ്ങളാണ്. പാസ്റ്റർക്ക് രാത്രി കിടക്കപ്പുറതിയില്ല, ഫോണിന് ഒഴിവില്ല. ഒരു പാസ്റ്റർക്ക് കേരളത്തിലാണ്. വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, രാത്രി പാസ്റ്റർ ഉറങ്ങാൻ നേരത്ത് ഫോൺ വരും, കർത്താവ് യേശു ക്രിസ്തു നേരിട്ട് അങ്ങേരോട് സംസാരിക്കുന്നു എന്നുള്ളത് വളരെ കേരളത്തിൽ പ്രസിദ്ധമായിട്ട് നടക്കുന്ന അതിൻ്റെ ഇത് സോഷ്യൽ മീഡിയയിൽ ഒന്ന്. അപ്പോൾ പാസ്റ്റർമാർക്ക് കിടക്കപ്പുറതിയില്ല, യേശു വെറുതെ സംസാരിച്ചിട്ടിരിക്കുകയാണ് രാത്രി മുഴുവൻ ഫോണിലൂടെ. അതിൽ പറയുന്ന കാര്യം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാസ്റ്റർക്ക് എതിരെ സംസാരിക്കുന്നവരെ കർത്താവ് നശിപ്പിക്കും. ഇതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, പാസ്റ്റർമാർക്ക് താൽക്കാലികമായി ഭാര്യമാരെ ആവശ്യമുണ്ട്, അതവർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യമാരുള്ളവരാണ് കേട്ടോ. അവർക്ക് താൽക്കാലികമായിട്ട് ഭാര്യമാരെ ആവശ്യമുണ്ട്, കോൺട്രാക്ട് ബേസിസ്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലാണ് കേട്ടോ. സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ആക്റ്റീവാണ് പറഞ്ഞാൽ നിങ്ങൾക്കതൊക്കെ കാണാൻ കഴിയും, വായിക്കാൻ കഴിയും. അപ്പോൾ 1-2 പേരല്ല, ഞാൻ നോക്കിയതിൽ ഒരു 5 പേരുടേത് അഭിപ്രായങ്ങൾ ഞാനത് കേട്ടു. അതുകൊണ്ടാണ് പറയുന്നത്. 1-2 പേരല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത് 2. മൂന്നാമത്തെ കാര്യം, ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം, ക്രിസ്ത്യാനികൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യം, ആഗോളപരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് നമ്മൾ വേറെ പുസ്തകത്തിലൊന്നും ഇല്ലാത്ത ചില ചരിത്ര രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ആർക്കിയോളജിക്കൽ ഇന്ത്യ അല്ല, ലോകവ്യാപകമായിട്ടുള്ള ചില സംഘടനകൾ ചേർന്ന് നടത്തിയ കുഴിച്ചെടുക്കലിൽ അവർക്ക് കണ്ടുകിട്ടിയ 1-2 ശിലാഫലകങ്ങളും മറ്റുമാണ്. അതിലുള്ള വിഷയം യേശു ദൈവമാണ് എന്ന് പറയപ്പെടുന്ന എഴുത്തുകൾ. അതാണ് അത് പുറത്തേക്ക് വന്നു. അതിൻ്റെ ലിഖിതമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇത് 3 ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ള കാര്യം. അതിൽ മൂന്നാമത്തെ പറഞ്ഞത്, യേശു ദൈവമാണ് എന്ന് നിരൂപിക്കാൻ ആവശ്യമായ ചരിത്രരേഖകളും മറ്റുമുണ്ട്. അതോടനുബന്ധിച്ച് ഒരു ചോദ്യം കൂടി അതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. യേശു ദൈവത്തിൻ്റെ പേരെന്താണ്? അപ്പോൾ ദൈവത്തിന് ഒരു പേരുണ്ട്. ആ പേര് എന്താണ് എന്നുള്ളൊരു ചോദ്യം കൂടി അതിലൂടെ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മൾ പറയും 6-7 പേരൊക്കെ പറയും പേരുകളൊക്കെ ഉണ്ട്, എൽഷദായി അങ്ങനെ എങ്ങനെ എന്നുള്ളതൊക്കെ, അങ്ങനെയുള്ള പേരുകളൊക്കെ ഉണ്ട് ഇല്ലേ? അതൊക്കെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിസ്സി എന്നുള്ളത് പേര്, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. പക്ഷേ അതൊന്നും ദൈവത്തിൻ്റെ പേരുകളല്ല. ദൈവം ചെയ്യുന്ന പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന പേരുകളാണ്. അപ്പോൾ ദൈവത്തിന് ഒരു പേരുണ്ട്. ആ പേരെന്താണ്? ആ ചോദ്യം നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെക്കുകയാണ്. നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. ശരി, വേറെ പുസ്തകത്തിലുണ്ട്. അത് പഴയ നിയമവും പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ആ വാക്കുകൾ പല സ്ഥലങ്ങളിലും വരുന്നുമുണ്ട് എന്നുള്ളതും വിവരിച്ച് അവർ പറയുന്നുണ്ട് എന്നുള്ളതുമുണ്ട്. ശരി, അതൊരു കാര്യം. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വിശദീകരണം തരാം. ശരി, ഇപ്പോൾ നമ്മൾ വായിച്ച വേദഭാഗത്ത് ഒരു കാര്യമുണ്ട്. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം.
ദാവീദ് ചില്ലറക്കാരനൊന്നും അല്ലായിരുന്നു, ഒരു മഹാരാജാവ് തന്നെയാണ്. ദൈവം ധാരാളമായിട്ട് സമ്പത്തും കൊടുത്ത് അനുഗ്രഹിച്ച വ്യക്തിയാണ് ദാവീദ്. അന്ന് പഴയ നിയമകാലത്ത് ഭക്തന്മാർ ദൈവത്തിൻ്റെ മുമ്പാകെ കടന്നു വന്ന് ചെയ്യുന്ന ഒരു കാര്യം ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെയല്ലായിരുന്നു. ഇവിടെ നമ്മൾ കടന്ന് വരുന്നത് വരെ, വന്ന ശേഷം ഞാൻ പറയുന്നില്ല, കടന്ന് വരുന്നത് വരെയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും പാപം ചെയ്യാത്ത ആരുമില്ല. ഞാൻ വിചാരിച്ചു അത് ചിലപ്പോൾ എനിക്ക് തന്നെ ഞാനത് പറയുമ്പോൾ എനിക്ക് തന്നെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ യഥാർത്ഥം അത് തന്നെയാണ്. ഇങ്ങോട്ട് നമ്മൾ ഈ ഗേറ്റ് കടന്ന് ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ മറ്റുള്ളവരോടുകൂടി മിങ്കിളാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല ചിന്തകളാലും നമ്മൾ പാപം ചെയ്തിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. പക്ഷെ അത് അംഗീകരിക്കാൻ നമ്മളുടെ മനസ്സ് കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് പഴയ കാലത്ത് ഉണ്ടായിരുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തികൾക്ക് അന്നുണ്ടായിരുന്ന ഒരു പോംവഴി യാഗങ്ങൾ കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ യാഗങ്ങൾ ഉണ്ടാകാൻ തന്നെ കാരണം തൻ്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളതല്ലാതെ വേറൊരു പ്രവൃത്തിയും അതിലില്ല. പാപം ചെയ്താൽ ഉടനെ പോയി ആ പാപത്തിൻ്റെ പരിഹാരം എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ ബലി നമ്മൾ അർപ്പിക്കുക, അതോടെ കാര്യം കഴിഞ്ഞു. ഇതിനാണ് യാഗം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ യാഗങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ അന്ന് നിലനിന്നത്. പക്ഷേ യാഗങ്ങൾ കൊടുക്കാതെയും ദൈവം ശിക്ഷിച്ചിട്ടുണ്ട്. യാഗങ്ങൾക്ക് അവസരം തന്നെ കൊടുത്തിട്ടില്ല ദൈവം. മനുഷ്യനെ കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയാം. പെട്ടകം കൊണ്ടുവരുന്ന സമയത്ത് ആ പെട്ടകം വീഴുമോ എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് ഒരു കൈയൊന്ന് കൊടുത്തു, അത്രേ ചെയ്തുള്ളൂ. താൻ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനോ ആ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കാനോ ആ തെറ്റിന് ക്ഷമ ചോദിക്കാനോ ഒന്നിനുള്ള സമയം ദൈവം കൊടുത്തില്ല. ഒറ്റ വിഷയം ഉണ്ടായിരുന്നുള്ളൂ, ചെയ്യാൻ പാടില്ലാത്ത കേസാണ്, നിനക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്, നിന്നോട് പറയാത്ത കാര്യമാണ്, നിനക്കതിന് അർഹതയില്ലാത്ത കാര്യമാണ്, നീ അത് ചെയ്തു എന്ന് മാത്രമേ. അപ്പോൾ പഴയ നിയമകാലത്തുണ്ടായിരുന്ന ശിക്ഷകൾ ദൈവം യാഗത്തിനടക്കം താൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുവാനുള്ള അവസരം കൂടി ദൈവം കൊടുത്തില്ല എന്നുള്ളത് ഓർക്കണം. എന്നാൽ അതേ സമയത്ത് പ്രായശ്ചിത്തം ചെയ്യുവാനുള്ള സംഭവവും അല്ലെങ്കിൽ അതിനുള്ള സാവകാശവും അതിന് ബലികൾ എന്നുള്ള രീതിയിൽ അവിടെ കൊടുത്തു എന്നുള്ളതാണ്. ഇവിടെ ഇതേ ദാവീദ് പറയുന്ന വേറൊരു കാര്യമുണ്ട്. ദാവീദിൻ്റെ കാലത്തും ധാരാളം യാഗങ്ങൾ നടന്നിട്ടുണ്ട്. ദാവീദിന് ശേഷവും വളരെ യാഗങ്ങൾ നടന്നിട്ടുണ്ട്. ദാവീദിൻ്റെ മകനും ഒരുപാട് യാഗങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കുക. യാഗങ്ങൾ കഴിച്ചു എന്ന് മാത്രമല്ല, വീണ്ടും തെറ്റുകൾ ചെയ്ത് ആ തെറ്റുകളിലേക്ക് തന്നെ വഴുതിപ്പോയ ആൾക്കാരും ഉണ്ട്. ആളുമാണ് നമ്മുടെ ശലോമോൻ എന്ന് പറയുന്ന വ്യക്തി. ദൈവം തനിക്ക് എന്ന് പറഞ്ഞ ഒരു ദേവാലയം കെട്ടാനുള്ള അനുമതി കൊടുത്തത് ശലോമോനാണ്. ആ ശലോമോൻ തന്നെയാണ് അവിടുത്തെ ആദ്യത്തെ പ്രതിഷ്ഠ നടത്തുകയും അല്ലെങ്കിൽ അതിന് വേണ്ട യാഗബലികളൊക്കെ നടത്തിയതും എന്നുള്ളതും വേദപുസ്തകത്തിലുണ്ട്. പക്ഷേ അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും വീണ്ടും അവൻ തെറ്റിൻ്റെ മേലെ തെറ്റിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതിന് യാതൊരു മനുഷ്യൻ്റെ ഗതി അത് തന്നെയാണ്. എത്ര തന്നെ ദൈവം എന്തു തന്നെ അനുഗ്രഹിച്ചാലും ആ അനുഗ്രഹങ്ങൾ മറന്നുകൊണ്ട് വീണ്ടും നമ്മൾ തെറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇവിടെ വേറൊരു സങ്കീർത്തനത്തിലെ ഒരു കാര്യം നോക്കുക. 51-ാമത്തെ സങ്കീർത്തനത്തിൽ വരുന്ന ഒരു കാര്യമുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്:
ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുകയായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. 2 യാഗങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നത്. ഹനനയാഗങ്ങൾ നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ അർപ്പിക്കുമായിരുന്നു. 2, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. അപ്പോൾ ഈ യാഗങ്ങൾ കഴിക്കാൻ കെൽപ്പില്ലാത്ത ആളായിരുന്നില്ല ദാവീദ്. എന്നാൽ ആ ദാവീദ് തന്നെ ഒരു സന്ദർഭത്തിൽ പറയുകയാണ്, ദൈവം ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗം നിനക്കില്ല. ഇത് രണ്ടും താൻ ചെയ്യില്ല എന്നല്ല പറയുന്നത്, അല്ല തനിക്ക് ചെയ്യാൻ മനസ്സില്ല എന്നല്ല അവിടെ പറയുന്നത്. പക്ഷെ അവിടെ പറയുന്നത് ഒരു കാര്യമാണ്, നീ ഇച്ഛിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നീ ആഗ്രഹിക്കുന്നില്ല, ഞാനിങ്ങനെ ഒരു യാഗമോ ഹനനയാഗം കഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടാൽ നീ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. രണ്ടാമത്തെ കാര്യം നോക്കുമ്പോൾ പറയാണ്, ഹോമയാഗം നിനക്ക് പ്രസാദവുമില്ല എന്ന്. അപ്പോൾ ഹോമയാഗം കഴിക്കുകയാണെങ്കിൽ ശരി, ഞാൻ കഴിക്കാൻ തയ്യാറുണ്ട്, പക്ഷേ നിനക്കതിൽ പ്രസാദമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തിട്ട് എന്താ കാര്യം? മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്. പാവം ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യും. അവസാനം പോയിട്ട് എന്താണ് പ്രായച്ചിത്തം എന്ന് പറഞ്ഞാൽ ആ പ്രായച്ചിത്തം അങ്ങോട്ട് ചെയ്യുക, അതോടെ പൊരുത്തം വിട്ട് പോവുക എന്നുള്ള നിലയിലാണ്. ഇതായിരുന്നു അന്നത്തെ കണ്ടീഷൻ. ആ കണ്ടീഷൻ തുടർന്ന് കൊണ്ടുപോയി ആ മഹാൻ പറയണ, അല്ലെങ്കിൽ ദാവീദ് തന്നെ പറയണത്, നീ ഇതൊക്കെ ചെയ്ത് അവിടെ തെറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പും പിമ്പും ഒരുപാട് തെറ്റുകൾ അയാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്താണ് അവിടെ പ്രശ്നമുള്ളതെന്ന്. നാഥാൻ പ്രവാചകൻ പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ താൻ ബോധവാനാകുന്നത്. ആ ബോധവാൻ ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ പറയുന്നത് അവിടെ. അപ്പോൾ ദൈവം ഇച്ഛിക്കാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താണ്? ഞാനിത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്, വെറുതെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മനസ്സിൻ്റെ ചിന്തയാണ് ദാവീദിന് അവിടെ പോയത്. ഞാൻ ഈ തെറ്റുകൾ വെറുതെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ദൈവം പ്രസാദിക്കുമോ? ഞാൻ പ്രായശ്ചിത്തം ചെയ്താൽ ദൈവം അത് കേൾക്കുമോ, അത് സമ്മതിക്കുമോ എന്നുള്ള ചിന്തയാണ് അങ്ങേരുടെ മനസ്സിൽ വന്നത്. ഇത് തന്നെയായിരുന്നു ദൈവത്തിൻ്റെ അവസാനം വരെ ഉണ്ടായിരുന്നത്. ഈ യാഗങ്ങൾ കഴിക്കുക അത് നിന്നു പോകുന്നേയില്ല. അതിങ്ങനെ നമ്മൾ ഇതാവുന്ന സംഗീതം വേറെ കാണുന്നതല്ലേ, വേറെ പുസ്തകത്തിൽ കാണുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, പുരോഹിതൻ യാഗങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളൊരു വാക്കും. അപ്പോൾ അതിൻ്റെ ചുരുക്കം എന്താ പറഞ്ഞാൽ, യാഗങ്ങൾ അർപ്പിക്കുക എന്നല്ലാതെ വേറെ പണി പുരോഹിതനില്ല. അപ്പോൾ എത്രമാത്രം തിരക്കാണ് ഈ പുരോഹിതനുണ്ടായിരിക്കുക. അപ്പോൾ എത്രമാത്രം അവിടെ ജനമാണ് ഈ പാവങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇത് ദിവസവും അല്ലെങ്കിൽ നേരം പറഞ്ഞ് അവിടെ പുരോഹിതന് നിൽക്കാനേ നേരമുള്ളൂ എന്ന് പറയുമ്പോൾ, ഇരിക്കാൻ നേരമില്ല എന്ന് പറയുമ്പോൾ, ഈ പുരോഹിതന് എത്രമാത്രം യാഗങ്ങളാണ് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാര്യം എന്താ ഉണ്ടായിരുന്നത്? ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇത് തന്നെയാണ് ഇന്ന് ലോകം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതേ സമയത്ത് ഹന്ന പ്രവാചകയുണ്ടായിരുന്നു, നമ്മുടെ ശമൂവേലിൻ്റെ അമ്മ. ആ ഹന്ന തനിക്ക് വലിയ കാര്യങ്ങളുണ്ട്, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ദൈവത്തെ പ്രസാദിപ്പിക്കണം. കാരണം തനിക്ക് കുഞ്ഞില്ല, ആ കുഞ്ഞ് വേണം എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നു. ആ സ്ത്രീ യാഗങ്ങളൊന്നും കഴിക്കാൻ നിന്നില്ല. ആ സ്ത്രീ ആകെ ചെയ്തത് എന്താണ്? തന്നെ ദൈവത്തിങ്കൽ സമർപ്പിക്കുക ചെയ്ത്. നീ തന്നേ മതിയാകൂ പറഞ്ഞു. അവരുടെ മനസ്സ് വ്യസനപ്പെട്ടും സങ്കടപ്പെട്ടും ഉണ്ടായിരുന്നു എന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സങ്കടപ്പെട്ടും വ്യസനപ്പെട്ടും ഇരിക്കുന്ന മനസ്സിന് ദൈവം കാണുന്നു എന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ വേറെ ചിന്തകളൊന്നുമില്ല, ദൈവസന്നിധിയിൽ നിർമ്മലമായിട്ടിരിക്കുകയാണ്.
അവർക്ക് വേറെ ഒറ്റ ഇതേ ഉള്ളൂ, എനിക്കൊരു കുഞ്ഞിനെ വേണം, ആ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരും. ഇത് മാത്രമേ ഉള്ളൂ ദൈവത്തോടുള്ള വാഗ്ദത്തം. ആ കുഞ്ഞിനെ അവർക്ക് കിട്ടി, ആ കുഞ്ഞിനെ അവർക്ക് ദൈവത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ യാഗങ്ങൾ കഴിക്കാതെ തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും എന്നുള്ളതും, ആ കഴിഞ്ഞത് അങ്ങനെ നേടിയെടുത്തത് തൻ്റെ മനസ്സിനെ ദൈവത്തെങ്കിൽ പരിപൂർണമായി സമർപ്പിച്ചത് കൊണ്ടും മാത്രമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. വീണ്ടും നമ്മൾ ഇതിനെ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ കാണാൻ കഴിയുന്ന അവസാന ഭാഗമൊക്കെ കാണാൻ കഴിയുന്ന സമയത്ത് ഇവിടെ കാണാം. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ അവസാന പുസ്തകത്തിൽ നമ്മൾ കാണും, മലാക്കി പുസ്തകം കാണും. ആ മലാക്കി പുസ്തകത്തിൽ കാണുമ്പോൾ അതിൽ രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിൽ ആ പുസ്തകത്തോടു കൂടിയാണ് പിന്നെ യാഗങ്ങളെക്കുറിച്ചോ ദൈവിക കാര്യങ്ങളെക്കുറിച്ചോ ഒരു കാര്യവും നമ്മൾ കാണുന്നില്ല. ആ മലാക്കി പുസ്തകത്തോടു കൂടി ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങൾ പിന്നെ ഇല്ല ഒരുപാട് കാലത്തേക്ക് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെയാണ് മത്തായി സുവിശേഷം തുടങ്ങി കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ കാലം വരുന്നത്. അപ്പോൾ ഇത് ആ പഴയ നിയമത്തിലെ യാഗങ്ങളുടെ കാര്യങ്ങൾ വന്നു. യാഗങ്ങൾ കഴിക്കാതെ തന്നെ ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ച് കാര്യം നേടിയെടുത്ത ആൾക്കാരും അതിൽ ഉണ്ട്. എങ്കിലും വീണ്ടും വീണ്ടും ഈ ജനം ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളത് വിട്ട് വീണ്ടും വീണ്ടും ഈ യാഗത്തിൽ തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ശ്രമത്തിൻ്റെ ഭാഗമായി ഇവിടെ പറയുന്ന മീഖാ പ്രവചനത്തിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. സോറി, മലാക്കി പ്രവചനമാണ് കേട്ടോ, അതല്ല പറഞ്ഞു. ഒന്ന് 13 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ എന്തൊരു പ്രയാസം എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനോട് ചേർന്നു, എന്നാൽ കടിച്ചു കീറിയതിനെയും മുടന്ത് ദീനമുള്ളതിനെയും നിങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ കാഴ്ചവെക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതിനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അംഗീകരിക്കുമോ എന്ന് യഹോവ ചെയ്യുന്നു. എന്നാൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരു ആൺ ഉണ്ടായിരിക്കെ കർത്താവിന് നേർന്നിട്ട് ഊണമുള്ള ഒരു തള്ളിയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ മഹാരാജാവല്ലോ, എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ. ഇതാണ് ചെയ്യുന്നത്. അവിടെ യാഗങ്ങളൊക്കെ കഴിക്കാനൊക്കെ ഉണ്ട്, സംഭവം യാഗം കഴിക്കണമെന്നൊക്കെ അറിയാം. പക്ഷേ ഈ ജനം യാഗങ്ങൾ കഴിച്ച് അതൊരു എന്താ ഒരു ബാധ്യത ഒഴിവാക്കൽ എന്നുള്ള രീതിയിൽ ദൈവവും മനുഷ്യനുമായിട്ട്, അല്ലെങ്കിൽ ദൈവത്തെ മനുഷ്യൻ അങ്ങനെ കരുതി എന്നുള്ളതാണ് അവസാനം ഇവിടെ വരുന്നത്. ദൈവം തന്നെ ചോദിക്കുകയാണ്, ആർക്കും വേണ്ടാത്തതിനെയാണ് നിങ്ങൾ എനിക്ക് വന്ന് കാഴ്ചവെക്കുന്നത്. മുടന്തുള്ളതിന്, കണ്ണ് കാണാത്ത, അങ്ങനെ പല കാര്യങ്ങൾ, ദീനമുള്ളതിന്, അങ്ങനെ ഉള്ള കാര്യങ്ങൾ. അതായത് ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ പാടില്ലാത്ത സാധനങ്ങളെ ദൈവം മുമ്പാകെ കൊണ്ടുവന്ന് അത് ദൈവത്തിന് വലിയ യാഗം എന്ന് പറഞ്ഞ് ബലി കൊടുക്കുന്നു. അത്രയും വലിയ ഒരു ഗതികെട്ട അവസ്ഥയിൽ ദൈവത്തെ തന്നെ അവർ അത്രയും മോശമായ ഒരു നിലയിൽ അവർ കൊണ്ടുവരുന്ന നിർത്തി എന്നാണ് കാണുന്നത്. അപ്പോൾ മനുഷ്യൻ അവിടെയും ദൈവത്തെ പറ്റിക്കുക മാത്രമല്ല, ദൈവത്തെ നിസ്സാരവൽക്കരിച്ച് നിസ്സാരനായി കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്ക് ഉണ്ട് കൊടുക്കാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മളെ നാട്ടിലത്തെ പല സ്ഥലങ്ങളൊക്കെ കാണാറുണ്ട്, നല്ല കോഴിയുണ്ടാവും, നല്ല കൈയും കാലും അല്ല കാലും ഇതൊക്കെയുള്ള നല്ല കോഴിയുണ്ടാവും. പക്ഷേ അവരെന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വേറെ ചില ജാതിക്കാർ ചെയ്യുന്ന കാര്യമാണ്.
നോക്കടാ ഏതാ കോഴി നോക്ക്, ആ കോഴീൻ്റെ കാല് കുറച്ച് ആ കാലില്ല അല്ല അതിനെ കൊണ്ടേ ഇറക്കാൻ കൊടുക്കും. അതേപോലെ തന്നെ ആട്. ഇത് ഞാൻ തമാശ പറയല്ല, എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ നടന്ന കാര്യമാണ്. അപ്പം ഞാനിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഞങ്ങൾ ചെറുപ്പകാലത്തൊക്കെ പറയാറുണ്ട് ആർക്കും വേണ്ടാത്ത കൊറ ദൈവത്തിന് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ പോയി. എൻ്റെ കുടുംബത്തിൽ നടന്ന കാര്യമാണ്. അപ്പോൾ ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വിശേഷത്തിന് വേണ്ടി ഇതാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ കോഴിയും മാടും ഒക്കെ ഉള്ള സ്ഥലമായിരുന്നത്. അപ്പോൾ പറയണ അയാളുടെ നോക്കണ ആ കോഴി നോണ്ടി നടക്കുന്ന കോഴി കാണുമ്പോൾ തന്നെ എനിക്ക് വളരെ സങ്കടം തോന്നി. അതിനെ മാർക്കാൻ കൊടുക്കും എന്ന് പറഞ്ഞു. അതേപോലെ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആടിറക്കണം പറഞ്ഞു. ആടിറക്കണം വിചാരിച്ച് അവർ കാല് കെട്ടിയിട്ട് ഇങ്ങനെ ആടിനെ വിട്ട് ആ കാല് അങ്ങനെ മുടന്നായിപ്പോയി. അപ്പോൾ പറഞ്ഞു മൂപ്പര് അടേ എന്താ ആട് പിടിച്ചടാ, ആ പിടിക്കോ വേറെ നല്ല ആടുണ്ട്, അത് പിടിച്ച് അറക്കാൻ കൊടുക്കുക പറഞ്ഞു. അപ്പോൾ ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. നല്ലത് കൊടുക്കാനുണ്ട്, പക്ഷേ നല്ലത് കൊടുക്കില്ല. അപ്പോഴും കൊടുക്കുമ്പോൾ ആർക്കും വേണ്ടാത്തതിനെ മുടന്നും ദീനവും ഉള്ള കാര്യങ്ങളെയാണ് ദൈവത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. അത് വേറെ ജാതികളായത് കാരണം ഞാനത് ഇപ്പോൾ വിടുകയാണ്. പക്ഷേ ഇതേ അവസ്ഥയാണ് നമുക്ക് ഇന്ന്. ഏറ്റവും ചെറിയൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇതേ സ്ഥിതിയാണ് ഇന്ന് നമ്മൾ കൂടി വരുമ്പോഴും ആ കൂടി വരവിലും നമ്മൾ പലതും കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ തുറന്നങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗിക്കുന്ന ആളിന് ഇനി വേറെ വല്ലതും പറയും. അത് കാരണമാണ് അധികം ആൾക്കാർ ഇതിനെക്കുറിച്ചൊന്നും പറയാതെ ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ കടന്നു വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ ഈ ഗേറ്റ് കടന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് മറ്റ് ഭക്തന്മാരോടുകൂടി ചേർന്നിരിക്കാൻ കടന്നു വരുവോളം നമ്മളുടെ ചിന്തയിലും മനസ്സിലും എത്ര പാപങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ തന്നെ വിവേചിച്ചറിയുമോ ചോദിച്ചാൽ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അങ്ങനെ പലവിധമായിട്ടുള്ള ചിന്തകൾ കൊണ്ടാണ് നമ്മൾ വരുന്നത്. അതൊക്കെ പാവം തന്നെയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല, നമ്മളെ മനസ്സ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ നമ്മളത് അംഗീകരിക്കാൻ സമ്മതിക്കില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാം ഇയാൾക്ക് വേറെ ഒന്നും കാര്യം പറയാനില്ല എന്ന് പറഞ്ഞ് രണ്ടെണ്ണം എനിക്കിട്ടും വേണമെങ്കിൽ തരാം. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ദൈവം അതല്ല പറയുന്നത്. ഇതിൽ പറയുന്നുണ്ട് സങ്കീർത്തനത്തിന് പിന്നെ കുറച്ച് സങ്കീർത്തനത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പറയാണ്ട് നുറുങ്ങിയിരിക്കുന്ന മനസ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇന്ന് നമ്മൾ ആ മലാക്കി പ്രവചനത്തോട് അല്ലെങ്കിൽ ആ പുസ്തകത്തോട് കൂടിയിട്ട് ദൈവവുമായിട്ടുള്ള മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം അകന്നു കഴിഞ്ഞു. കാരണം ഇവിടെ ദൈവത്തിന് മുമ്പാകെ ഇതാണ് മുടന്തും കണ്ണ് കാണാത്ത രോഗമുള്ളതും മറ്റുള്ളതിനെ കൊണ്ടുവരാൻ നിങ്ങൾ കാഴ്ച വെച്ചുകൊണ്ട് എന്നെ അപമാനിക്കുകയാണ് എന്നുള്ള നിലയിൽ എത്തിക്കഴിഞ്ഞു. അതോടുകൂടി പഴയ നിയമത്തിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം അതോടുകൂടി നിന്ന് പിന്നെ കുറേ കാലത്തേക്ക് ദൈവവും മനുഷ്യനായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ഈ മലാക്കി വരെയും പഴയ നിയമം എന്നുള്ളത് അതോടെ അവസാനിച്ച് പുതിയ നിയമം എന്ന് പറഞ്ഞ് കടന്നു വരുമ്പോൾ യേശു ക്രിസ്തുവിലേക്ക് വരുന്നു. യേശു ക്രിസ്തുവിലേക്ക് കടന്നു വന്നിട്ട് കാര്യങ്ങൾ എന്താ നടക്കുന്നത്? അവിടെയും ദേവാലയം ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു ദേവാലയത്തിൻ്റെ മുമ്പാകെ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അറിഞ്ഞ വേദഭാഗമാണ്. ഞാൻ വേദഭാഗം എടുക്കാത്തത് കൊണ്ട് അതാണ് വേദഭാഗം എടുക്കാത്തതുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഇതാണ് ദേവാലയം കണ്ട് ഇത് എത്ര നല്ല ദേവാലയം എന്നൊക്കെ പറയുന്ന സമയത്ത് കർത്താവ് പറയുന്നുണ്ട് അവിടെ ഒരു വിധവയായ സ്ത്രീ തൻ്റെ പൊക്കറ്റിൽ തൻ്റെ വരുമാനത്തിൽ നിന്നുള്ള ആ 2 കാശ് ഇടുന്നു. അത് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു കണ്ടോ തനിക്കുള്ളിൽ നിന്ന് എല്ലാം കൊടുത്തു എന്ന് പറയുന്നു. നോക്കുക, ആ എല്ലാം കൊടുത്തു എന്ന് പറയുമ്പോൾ ആ സ്ത്രീ, ആ പാവപ്പെട്ട സ്ത്രീ, അവരുടെ മനസ്സ് ഏത് നിലയിലായിരുന്നു? ആ തൻ്റെ വരുമാനത്തിലുള്ള 2 കാശ് കൊടുക്കുമ്പോൾ ഇവിടെ അവിടെ ദേവാലയത്തിലിരുന്നോ ഏത് ഗതിയിലാണ് ഉണ്ടായിരുന്നത്? ആ ഗതിയിൽ തന്നെ ആയിരിക്കില്ല ഈ അമ്മ ഉണ്ടായിരുന്നിരിക്കുക. എനിക്ക് ഒന്നും വേണ്ട, എൻ്റെ ദൈവമേ ഇതാ എൻ്റെ വരുമാനം, ഇന്നത്തെ എൻ്റെ വരുമാനം അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ളതൊക്കെ നിനക്ക് തരാം, എനിക്ക് ഒന്നും ആവശ്യമില്ല, എനിക്ക് നിന്നോട് കൂടി ചേർന്നിരുന്നാൽ മാത്രം മതി, നിൻ്റെ കരുണ മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ? ഉണ്ടായിരിക്കാം. അല്ലാതെ വേറെ നിവൃത്തിയില്ല. അല്ലാതെ ആ സ്ത്രീ വേറെ എന്തെങ്കിലും ദൈവത്തെങ്കിൽ നിന്ന് ആവശ്യപ്പെട്ട മാതിരി ഒന്നും അവിടെ കാണുന്നില്ല. അത് കാരണം എന്നാ എൻ്റെ കർത്താവ് ഇതാ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഇത് തന്നെയുള്ളൂ, എന്നാൽ ഇതൊക്കെ നീ വെച്ചോ, എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് ആകെ നിൻ്റെ കൂടെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ നിൻ്റെ കരുണയോ നിൻ്റെ ദയയോ എന്താണ് അത് എനിക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മളും അതേത് തന്നെയാണ് പറഞ്ഞത്. കർത്താവേ എനിക്ക് പാപക്ഷമ കാണണം. നമ്മൾ സുവിശേഷം കേട്ടപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നത്. സുവിശേഷം കേട്ടവരെല്ലാം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവർക്ക് കുത്തുകൊണ്ടു എന്നാണ് പറയുന്നത്.
കാരണം കുത്തുകൊള്ളാനുള്ള കാരണം അവർ ചെയ്ത തെറ്റുകളെക്കുറിച്ച് അവർക്ക് ബോധ്യമാക്കി കൊടുത്തു. ആ ബോധ്യമാക്കി കൊടുത്തപ്പോൾ അവർ വിചാരിച്ചു ശരിയാണ് എന്ന് പറഞ്ഞു. എത്ര പേര് അവിടെ വന്നിട്ടുണ്ടെന്ന് അറിയില്ല. 3000 പേര് അന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ 3000-ൽ നാം വിചാരിച്ച ഒരു 3 ഇരട്ടി ആൾക്കാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ അത്രയും ആൾക്കാർക്ക്, ആ ഒരു വലിയ ജനക്കൂട്ടത്തിന്, ആ 3000 പേർക്കെങ്കിലും താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് അവർക്ക് ബോധ്യമായത് കൊണ്ട് അവർ ദൈവസന്നിധിയിൽ ഞങ്ങൾ എന്ത് ചെയ്യണ്ടു എന്നുള്ള കൈ മലർത്തുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന്. അവിടെയാണ് ഈ സ്ത്രീയെക്കുറിച്ചോ അല്ലെങ്കിൽ അന്നായെക്കുറിച്ചോ നമ്മൾ നോക്കേണ്ടത്. അവർ മറ്റുള്ള കാര്യങ്ങളെ വിട്ടു. ഞങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ കയ്യിലുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ അവർ ദൈവം മുമ്പാകെ ചോദിക്കുകയാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന്. തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നത് കാണാം. നോക്കുക, ഈ സമർപ്പിക്കുക അവർ എന്തിനു വേണ്ടി സമർപ്പിച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി. ഒറ്റ കാര്യമേ ഉള്ളൂ. പഴയ നിയമകാലത്തും ഈ യാഗങ്ങളെല്ലാം കഴിച്ചത് അവരുടെ പാപമോചനത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ ഒരിക്കലും സാധ്യമായില്ല, ഒരുത്തനാലും സാധ്യമായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ ചെയ്തുകൊണ്ടേയിരുന്നു. പുരോഹിതന്മാർക്ക് ഇടതടവില്ല. അതേപോലെ തന്നെ വന്നുകൊണ്ടിരുന്നു അല്ലാതെ ഒരുത്തനും ഒരു പ്രയോജനം ഉണ്ടായില്ല എന്ന് വേണം കാണാൻ. കർത്താവ് അവസാനം മലാക്കി പുസ്തകം വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ പരിപാടിക്ക് നടക്കുന്നത് എന്നുള്ളതാണ്. അത് വേറെ യെശയ്യാവിൻ്റെ പുസ്തകമെല്ലാം വായിക്കുമ്പോൾ അതിൽ കാണാൻ കഴിയും നിങ്ങൾ ഇതൊക്കെ ആർക്ക് വേണ്ടി ചെയ്തു എന്ന് ചോദിക്കുന്നു. അപ്പോൾ നോക്കുക, ഈ മനുഷ്യൻ ദൈവത്തെ കാണിക്കാൻ വേണ്ടി, ആ ദൈവത്തിന് ഞാൻ പറയില്ല, ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പലവിധമായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന് എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് നടന്നു എന്നുള്ളതാണ് യഥാർത്ഥം. അല്ലാതെ ദൈവത്തിന് വേണ്ടി ചെയ്തതല്ല. നാട്ടുകാരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. ഇതേ സ്ഥിതിയാണോ ഇന്നും ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മളിൽ കാണുന്നത്? പലവിധമായ കുറ്റങ്ങൾ നമ്മളുടെ കുറവുകൾ കാണുന്നുണ്ട്. ഞാൻ കുറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കുറച്ച് ചൂടായിട്ട് തോന്നും. കുറവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഒരു സാധാരണ നമുക്ക് ദഹിക്കാൻ പറ്റുന്ന ഒരു വാക്കായിട്ട് നമ്മൾ കണക്കാക്കും. പക്ഷേ ഈ കുറവുകൾ തന്നെയാണ് നമ്മൾ കുറ്റങ്ങൾ. അത് വേറൊരു ശൈലിയിൽ പറയുന്നു എന്ന് മാത്രം. ആ കുറവുകൾ നമ്മൾ നിവൃത്തിയാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ തയ്യാറല്ല. മാത്രമല്ല അത് പറയുമ്പോൾ അത് പറയുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ വേറെ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു എന്ന് കാണാൻ കഴിയും. ഇവിടെ നമ്മൾക്ക് ഇപ്പോൾ സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ ഭക്തന്മാരെ ഒന്നിച്ചു കൂടി വരും എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇന്ന് നമുക്കുണ്ടായിരുന്ന ഇപ്രകാരം കൂടി വരുവാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? അതിന് കാരണം എന്താണ്? അതും വേണമല്ലേ, എന്തിനാ കൂടി വരുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ടല്ലോ. ഇവിടെ പറയുന്നുണ്ട്, എൻ്റെ കൃത്യങ്ങൾ കേൾക്കയില്ലായിരുന്നു, എൻ്റെ പ്രാർത്ഥന ശബ്ദം കേട്ടിരിക്കുന്നു, ശ്രദ്ധയോട് കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാണന് വേണ്ടി ചെയ്ത് ഞാൻ വിവരിക്കാമെന്നെല്ലാം പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നു? എന്തിനു കടന്നു വന്നു? ഇന്ന് ലോകം മുമ്പാകെ മുഴുവൻ പറയുന്ന കേൾക്കുന്ന കാര്യമാണ് എല്ലാവർക്കും രോഗശാന്തി വേണം. ഇതിനാ വരുന്നത്. കുറേ ആൾക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് മോചനം കിട്ടണം. കുറേ ആൾക്കാർക്ക് സമാധാനമില്ല. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മോട് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ, ഇതിനൊക്കെ കാരണം നിങ്ങൾ തന്നെയാണ്, ദൈവമല്ല എന്ന്. നമ്മുടെ മോഹങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ മനസ്സിനുള്ളിൽ തോന്നുന്ന വിചാരങ്ങൾ അതിങ്ങനെ മുളച്ച് വളർന്ന് അവസാനം അത് പാപത്തിലേക്ക് മാറുന്നു. ദൈവം പറഞ്ഞു, കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്നത്തെ മതി എന്ന്, നാളെയെക്കുറിച്ച് നിങ്ങൾക്കല്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഇന്നത്തെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്, നാളത്തെക്കുറിച്ച്, നാളാന്നത്തെക്കുറിച്ചും മറ്റന്നാളെക്കുറിച്ച് മാത്രമല്ല. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നല്ലപോലെ പ്രാർത്ഥിക്കും, കർത്താവേ അയാൾക്ക് ദീർഘായുസ് കൊടുക്കണമേ എന്ന്. എൻ്റെ ദീർഘായുസ് ചോദിച്ചിട്ടുണ്ടോ ദൈവം? 24 മണിക്കൂർ തികച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവം തന്നെ നമുക്ക് തന്നിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ ദൈവത്തിനോട് ചോദിക്കുന്നത് എനിക്ക് ദീർഘായുസ് തരണമേ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോസ്തലന് തന്നെ രോഗസൗഖ്യം കൊടുത്തിട്ടില്ലാത്ത ദൈവം നമുക്ക് രോഗസൗഖ്യം കിട്ടണം പറഞ്ഞാൽ തരുമോ? ഇവിടെ ചോദിക്കുന്ന രോഗസൗഖ്യം വേണമെന്ന്. ഇന്ന് ഞങ്ങൾ ബസ്സിൽ വരുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞമ്മയുടെ ഇറങ്ങാൻ നിൽക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പെൺകുട്ടി, അന്ന് കാണാൻ ജയിലുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ആ ബസ്സിൽ നിന്ന് ഇറങ്ങണോ, അപ്പോൾ അവർ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് വർത്തമാനം ചെയ്യുന്നത് ഇവളുടെ രോഗസൗഖ്യം ഇന്ന് കിട്ടണം.
എന്ന് പറഞ്ഞു. പിന്നെ ഇറങ്ങുന്ന സമയത്ത് ഒരു പെൺകുട്ടി മുമ്പിലുണ്ടായിരുന്നല്ലോ, ആ പെൺകുട്ടി ബസ് സ്റ്റോപ്പിൽ നിന്ന് അവർ സംസാരിക്കുകയായിരുന്നു, ഈ മോൾക്ക് ഇന്ന് രോഗസൗഖ്യം കിട്ടും എന്ന് പറഞ്ഞിട്ട്. എനിക്കറിയില്ല കിട്ടുമോ ഇല്ലയോ എന്ന്. ദൈവം തീർച്ചയായിട്ടും കിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അതൊരു സാധാരണ ഒരു ഇതിലൊക്കെ ആയിരുന്നുള്ള അത് അങ്ങനെ പോകുന്നു. ശരി, അങ്ങനെയാണ് എങ്കിൽ നമ്മൾക്ക് ഇവിടെ പാപമോചനത്തിന് എന്ന് പറഞ്ഞ് സ്നാനപ്പെടാൻ പറഞ്ഞ് സ്നാനപ്പെട്ടു, അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളിൽ വസിക്കുന്നത് എന്ന് ഇത്യാദി കാര്യങ്ങൾ നല്ലപോലെ പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നു കഴിഞ്ഞ ശേഷവും പിന്നെയും നമ്മൾ എന്താ ചെയ്യുന്നത്? കർത്താവേ ആത്മാവിനെ എന്താ ആത്മാവിനെ തരാനുള്ളതിന്? കർത്താവ് വേറെ വല്ലവിടുന്നും കൊണ്ടുവന്ന ആത്മാവിനെ തരണം. അല്ല, തന്ന ആത്മാവ് എത്രയായിരുന്നു അതിൻ്റെ അളവ്? ഇങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്നും പറഞ്ഞു ചെന്നുകൊണ്ടിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റപ്പോൾ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്നതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ് ആത്മാവോട് കൂടി ചേർന്നു എന്നുള്ള പറഞ്ഞു. കർത്താവിനോട് ചേർന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന്, കർത്താവിനോട് ചേർന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത്. അപ്പോൾ പഴയ മനുഷ്യനെ വെള്ളത്തിൽ കളഞ്ഞു എന്നുള്ളത് ഓർക്കുന്നില്ല, കർത്താവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റ ആളാണ് ഞാൻ. അപ്പോൾ കർത്താവിൻ്റെ അതേ വിധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലുണ്ടെന്നുള്ള ആ വിശ്വാസം നമുക്കില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ക്രിസ്തീയ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോവുക? ക്രിസ്തീയ ജീവിതം മുന്നിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം നമ്മളെവിടെ എത്തും? കഴിഞ്ഞ ആഴ്ചൻ്റെ ഒരു ചെറിയ കാര്യമായിരുന്നു, ഒരു വിഷയം. അപ്പോസ്തലൻ തൻ്റെ തിമോഥെയോസിനോട് പറയുകയാണ്, നല്ല പൊറുതി, നല്ല ഓട്ടം ഞാൻ തികച്ചു. സാധാരണ ചത്തുപോയവരുടെ മുമ്പിൽ എന്നിട്ട് പറയും, ആ സുന്ദരൻ ചത്തുപോയവരുടെ സുന്ദരേട്ടൻ നല്ല ഓട്ടം ഓടി, സുന്ദരൻ സാർ നല്ല ഓട്ടം ഓടി, നല്ല പൊറുതിയുണ്ട്. ഞാനാണ് പറഞ്ഞാൽ എണീച്ച് വന്ന് ചോദിക്കും, സാറേ നിങ്ങൾ വേണ്ടാത്തൊന്നും പറയണ്ട, ഞാൻ എന്ത് ഓട്ടം ഓടിയാൽ നിങ്ങൾക്കറിയോ? ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കാൻ എൻ്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് ഓടില്ല, കർത്താവിന് വേണ്ടിയിട്ട് ഓടിയിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ എന്നെപ്പറ്റി വേണ്ടാത്തൊന്നും പറയാം? ഞാൻ കിടക്കുന്ന തൊട്ട് ഇനിയൊന്നും പറയരുത് പറയും ഞാൻ, ഇല്ലേ? എന്തിനു വേണ്ടി നമ്മൾ ഓടി? നമ്മളെല്ലാം പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ പറയും, നല്ല ഓട്ടം കൂടി, നല്ല പൊറുതിയുണ്ട്. ഒരു ഓട്ടവും ഓടിയിട്ടില്ല, ഒരു പൊരുളും നേടിയിട്ടില്ല. അവർ കഷ്ടപ്പെട്ടു. അപ്പോസ്തലന് അതേപോലെ നല്ല ഓട്ടം ഓടി, നല്ല പൊരുതി. അത് പറയാൻ തക്കവണ്ണം ഞാൻ എന്ത് ഓട്ടം ഓടി, ഞാൻ എന്താണ് പൊരുതിയത്? എൻ്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഞാൻ ഓടി, എൻ്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഞാൻ പൊരുതി. അല്ല, കർത്താവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ഓട്ടം ഓടിയോ, എന്തെങ്കിലും കർത്താവിന് വേണ്ടി പൊരുതിയോ? ഇല്ല. നമ്മൾ സ്വയം അങ്ങോട്ട് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകണം, ഞാൻ രാവിലെ എഴുന്നേറ്റ് ഓടിപ്പിടിച്ച് ഇവിടേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ വിചാരം എന്താ അറിയോ? എന്നേക്കാൾ യോഗ്യൻ ഈ സഭയിൽ ആരുമില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ട് വരുന്നത്. നിങ്ങളാരെങ്കിലും സമ്മതിക്കുമോ? ഒരൊറ്റ ആൾ സമ്മതിക്കില്ല. ഇയാൾ രാവിലെ നേരത്തെ അവിടെ നിന്ന് ഓടിപ്പിടിച്ച് വരുന്നേ ഇയാൾ വലിയ ഭക്തനായിട്ടാണ് എന്ന് നിങ്ങളിൽ ആരെങ്കിലും വിശ്വസിച്ചാൽ ഞാൻ അയാൾക്ക് ചായ വാങ്ങിത്തരാം. ആർക്കും വേണ്ട, അപ്പോൾ ആരും ഇല്ല എന്നുള്ളത് ഉറപ്പ്. ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യമല്ല, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് നാം ഓടേണ്ടത്. ആ ലക്ഷ്യത്തിൽ കൂടെ നന്മ ചെയ്യുവാൻ അല്ലാതെ വേറൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കാം. നമ്മളിവിടെ കർത്താവ് നമ്മുടെ ഇവിടെ ലൂക്കോസ് എഴുതുന്ന സുവിശേഷത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം എന്താണ്? നമ്മൾ ഇതിന് നന്മ ചെയ്യുവാനല്ലാതെ വേറെ ഒന്നിനും നമ്മൾ മാത്രമല്ല, അവിടെ നമ്മളെ മനസ്സ് എവിടെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവും പൂർണ്ണ ശക്തിയോടും കൂടി ഇതാക്കണം എന്നുള്ള നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് വേറൊരു രീതിയിലേക്ക് വേറൊരു സ്ഥലത്തിലേക്ക് മാറിപ്പോകാതെ കർത്താവിൽ മാത്രം നിലനിന്നുകൊണ്ട് തന്നെ പോകണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആ ഒരു നിലയിലേക്ക് കടന്നു വരുവാൻ തക്കോണം പല പ്രയാസങ്ങളാണ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വരുന്നത് നാട്ടുകാരല്ല, വീട്ടുകാരല്ല, നമ്മൾ ഉണ്ടാക്കി വരുന്നത്. കാരണം നമ്മൾ വി ആർ ബൈൻഡ് വിത്ത് ബൈൻഡ് വിത്ത് ചെയിൻസ്. അത് പഴയ കാലത്തൊരു ശൈലിയാണ്. നമ്മൾ പലവിധമായിട്ടുള്ള ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ശൈലിയാണ് അത് പറയുന്നത്. ആ ശൈലിയാണ് നമ്മൾ മാറ്റേണ്ടത്.
ഇന്നും പലവിധമായിട്ടില്ല. എൻ്റെ വീട്ടിൽ നമ്മൾ ഒന്നോ രണ്ടോ പേരെ രക്ഷിക്കപ്പെട്ടവരുണ്ടാവുള്ളൂ. മക്കൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവില്ല, ഭാര്യ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവില്ല, ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവില്ല, കുടുംബത്തിൽ വേറെ ആൾക്കാർ രക്ഷിക്കപ്പെട്ടു, അങ്ങനെ പലരുണ്ടായിരിക്കാം. പക്ഷേ അവരുടെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രമേ എനിക്ക് ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ ദൈവമക്കളോടുകൂടി ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പാനും പ്രവർത്തിക്കാനും ആലോചിപ്പാനും എനിക്ക് സമയമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളും ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് വെക്കുക. നമ്മൾ സ്നാനപ്പെട്ട ആളാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി. അപ്പോൾ നമ്മൾ ആ ചങ്ങലകളെ ദൈവം പറഞ്ഞു, കർത്താവ് പറഞ്ഞു കഴിഞ്ഞു, കർത്താവിനോടുകൂടി ചേർന്നതോടുകൂടിയിട്ട് ആ ചങ്ങലകൾ അഴിക്കപ്പെട്ടു, നമ്മളെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച് സ്വതന്ത്രരാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്വതന്ത്രരാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ളത് നമ്മൾ മറന്നുകളയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറന്നുകളയാണ്. വീണ്ടും നമ്മൾ ആ ചങ്ങലയിൽ തന്നെ നമ്മൾ പോയി കുടുങ്ങുകയാണ്. അല്ല, മറ്റുള്ളവർ പിടിച്ച് കുടുക്കി ഇടുകയല്ല, നമ്മൾ പോയി അതിൽ തലവെച്ച് കൊടുത്ത് നമ്മൾ തന്നെ അതിൽ കുടുങ്ങുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ കൊടുക്കാൻ മറ്റുള്ളവർക്ക് കഴിയില്ല എന്നുള്ളത് നമ്മൾ തലവെച്ച് കൊടുക്കുന്നു. അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ വിചാരിച്ചതുപോലെ നമുക്കൊരു ഇതുണ്ടായിരുന്നു. ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു വിചാരമുണ്ടായിരുന്നു, നമ്മളുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെടും, മാത്രമല്ല കർത്താവിനോടുകൂടി ചേർന്ന് വാഴും, അത് നിത്യതയിൽ കാണും എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയിട്ടാണ് നമ്മൾ കടന്നത്. അല്ല താൽക്കാലികമായിട്ട് പാപമോചനം കിട്ടിയാൽ മതി, അതൊക്കെ മോഹിച്ച് കിട്ടിയല്ലോ എന്നുള്ളതിലല്ലല്ലോ നമ്മൾ കടന്നു വന്ന്. അങ്ങനെ ഒരിക്കലും നമ്മോട് ആരും ഉപദേശിച്ചിട്ടും ഉണ്ടാവില്ല. നമ്മോട് സുവിശേഷം നിങ്ങൾക്ക് ഇപ്പോൾ പാപമോചനം കിട്ടും, അതോടുകൂടി കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് പാപമോചനം മാത്രമല്ല, അതോടുകൂടി നിത്യജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിത്യജീവനിലേക്കുള്ള വഴിയും വാതിലുമാണ് തുറന്നു തന്ന് കർത്താവ് അതിലൂടെ നിങ്ങളെ അനുഗ്രഹപ്രദമായ വഴി നടത്തും. അതിന് വേണ്ട ആത്മീയവും ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കർത്താവ് നൽകും എന്നുള്ള ആ ഒരു വലിയ ഉറപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ക്രിസ്തീയ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാനും ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടുവാനും അപ്പോസ്തലൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നമ്മളെല്ലാം പറയുന്നത് പോലെ എനിക്ക് വേണ്ടി ജീവകിരീടം ഒരുക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ജീവകിരീടം ഞാൻ പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉറച്ച് നമ്മളുടെ ക്രിസ്തീയ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാനും സാധിക്കണമെങ്കിൽ നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി തന്നെ, നമ്മൾ ഏക മനസ്സോടുകൂടി ഒറ്റ മനസ്സോടുകൂടിയിട്ട് തന്നെ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ ജീവിക്കേണ്ടിയിരുന്നു. അതിന് നമുക്ക് തടസ്സമായിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ അറിവില്ലായ്മയാണ് എന്നുള്ളത് യാഥാർത്ഥ്യം. ആ അറിവില്ലായ്മ നമ്മൾ മാറണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, വേദപുസ്തകം നമ്മൾ വായിക്കുക തന്നെ വേണം. വായിക്കുക മാത്രം പറഞ്ഞല്ല, വായിച്ച് അതിനെപ്പറ്റി എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ധ്യാനിക്കണം, ചിന്തിക്കണം. അതെന്താണ് എന്നോട് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരുള്ളൂ. വാക്യങ്ങൾ എനിക്കറിയാം, ഒരുപാട് വാക്യങ്ങൾ എനിക്കറിയാം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആ വാക്യങ്ങൾ നിന്നോട് പറയുന്നത് എന്താണ്, എന്ത് ഉദ്ദേശിച്ചാണ് ആ വാക്യങ്ങൾ നിന്നോട് പറഞ്ഞിട്ടുള്ളത്, ആ വാക്യങ്ങൾ പ്രകാരമാണോ നീ പ്രവർത്തിക്കുന്നത്, നീ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കൂടി നമ്മൾ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നിലേക്ക് പോവുള്ളൂ. അല്ലെങ്കിൽ വെറും ഞായറാഴ്ച ക്രിസ്ത്യാനി എന്ന് പറയുന്നത് വെറും ഞായറാഴ്ച ക്രിസ്ത്യാനായിട്ട് മാത്രം നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിൽ നമ്മളുടെ ജീവിതം ഒരു പ്രയോജനമില്ല. ഇവിടെ ഇരിക്കുന്നതും ശരി പുറത്തേ ഇരിക്കുന്നതും ശരി സമം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാനുള്ള ഒന്ന്, നമുക്ക് പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി നമ്മുടെ ദൈവത്തെ സ്നേഹിച്ച് മാനിച്ച് അവൻ പറയുന്ന കൽപ്പനകളെ പ്രമാണിച്ച് നമ്മുടെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകണം. ആ കൽപ്പനകളെയും പ്രമാണിച്ച് ജീവിച്ചാൽ മാത്രമേ നിത്യജീവനിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. വെറുതെ പറയുന്നത് കേൾക്കുകയല്ല, അത് അനുസരിക്കുന്നവർക്ക് മാത്രമേ ജീവനിലേക്കുള്ള വഴിയും വാതിലും തുറക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം പൂർണ്ണതയിലേക്ക് കടക്കുള്ളൂ, നിത്യജീവനിലേക്ക് കടക്കുള്ളൂ, നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ ക്രിസ്തീയ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവസേനയിലേക്ക് കടന്നു വരുവാനും ദൈവം അപ്രകാരം തന്നെ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാനും എല്ലാം വേണ്ട കൃപ ദൈവം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.